അല്ല നമ്മൾ വിലക്കൊക്കെ പറഞ്ഞു എന്നിട്ട് ഇവിടെ ജാതി പരിപാടിയല്ല, കുറെ ആൾക്കാരൊക്കെ എന്ത് കളർഫുൾ ആണ്, എന്ത് പരിപാടി നിനക്കൊന്നും മനസ്സിലായില്ലേ? ആ ജൂബിലല്ലേ? എടാ നീ ഈ അച്ഛന്മാരൊക്കെ കണ്ടില്ലേ, സിസ്റ്റേഴ്സിനെ എല്ലാവരും കണ്ടില്ലേ, എന്നിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ? അല്ല അവര് നമ്മുടെ അച്ഛന്മാരെ സിസ്റ്റേഴ്സ് അല്ലേ? എടാ നീ ജൂബിലിയാടാ. നമ്മുടെ സെമിനാരിൽ ജൂബിക്ക് ഇത്ര പ്രത്യേകത. നീ ഇപ്പൊ എവിടെ നിക്കണേ? ഞാന് നമ്മുടെ അലഞ്ഞിപ്പറയില്. ലൊക്കേഷൻ പറ. നമ്മുടെ ബെത്ലഹേം അങ്ങനെ പറയും. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ സെന്റ് തോമസ് പ്രൊവിൻസിലെ ഓരോ കപ്പൂച്ചിൻ കുഞ്ഞുങ്ങള്, ഞങ്ങളെ പോലെയുള്ള ഓരോ കപ്പൂച്ചിൻ കുഞ്ഞുങ്ങള് ജനിച്ചു വീഴുന്നത് ഈ മണ്ണിലാടാ, ഈ വീട്ടിലാ, ബെത്ലഹേമില്. എന്തിനും മനസ്സിലായ? ജനിച്ചു വീണെന്ന് മനസ്സിലായി. പിന്നെ മനസ്സിലായില്ലൊന്നു? എടാ ഇത് നമ്മുടെ അമ്മേടാ. അമ്മയാ? ആ ബെത്ലഹേം നമ്മുടെ അമ്മയാണ്. നമ്മുടെ അമ്മയുടെ 25ാമത്തെ ബർത്ത്ഡേടാ. 25 തോമസ് ബ്രദറെ. അപ്പോ നമ്മൾ ഈ പരിപാടികൾ ഇങ്ങനെ തന്നെ പോയാൽ മതിയാ, അല്ലെങ്കിൽ കുറച്ചും കൂടി ആഘോഷം? ഇന്ന് നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ തോമസ് ബ്രദർ കേട്ടില്ലേ, പറഞ്ഞു കേട്ടില്ലേ, നമ്മുടെ സീനിയർ അല്ലേ? അപ്പൊ അത് പറഞ്ഞു കേൾക്കണ്ട, നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ ഈ പരിപാടി? പിന്നില്ലാണ്ടല്ലേ അടിച്ചു പൊളിക്കണ്ടേ? അടിച്ചു പൊളിക്കണ്ട. ഒരു പ്രശ്നമുണ്ട്, നമുക്ക് രണ്ടേക്ക് മറ്റേ പരിപാടിയില്ലേ? അത് ശരി, ഇത് ചെയ്തോട്ടെ. നിങ്ങൾ ഡീൽ ചെയ്യട്ടാ, ഞങ്ങൾക്കൊരു ചെറിയ പരിപാടി. നിങ്ങൾ ഇത് ചെയ്ത് കൊള്ളാക്ക്. ആ പരിപാടിയിലുണ്ട്. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പൊ നിങ്ങൾ ചെയ്ത് കൊള്ളാക്ക്, ഞങ്ങൾ വേറെ പരിപാടി ഉണ്ട്. ഓക്കെ ജീസപ്പ് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. അപ്പൊ ഇനി എന്തിട്ട് അടുത്ത പരിപാടി? അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പ്രെയർ ഡാൻസ് ആണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് പ്രാർത്ഥിച്ചിട്ട് വേണം തുടങ്ങാൻ. നമ്മൾ കേട്ടല്ലേ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് കാര്യം ചെയ്യണ്ടെങ്കിൽ. അപ്പോൾ ഒരു പ്രാർത്ഥനയിലൂടെ വേണം നമുക്ക് എല്ലാം ആരംഭിക്കാനായിട്ട്. അതെ അതെ. അപ്പോൾ സാധാരണ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പാട്ട് പാടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. പക്ഷെ നമ്മൾ ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടൊരു പ്രെയർ ഡാൻസാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സഹോദരന്മാരെ അതിന് വേണ്ടി ഇവിടെ ഫുൾ സെറ്റായിട്ട് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡാൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ ജീസസ് നമുക്ക് ഇവിടെ നിൽക്കണേ നമുക്ക് ഇവിടെ മാറി നിന്നാലാ? നമുക്ക് മാറി അവർ കാണട്ടെ. നമുക്ക് എന്തായാലും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥന രൂപയിലായിരിക്കാം. അപ്പൊ ശരിയാണ്. Generations falling down in worship to sing the song of ages to the Lamb, and all who've gone before us and all who will believe will sing the song of ages to the Lamb. Your name is the highest, your name is the greatest, your name stands above them all. All thrones and dominions, all powers and positions, your name stands above them all. And the angels cry, holy, all creation cries, holy, you are lifted high, holy, holy forever. With
അപ്പോൾ നമ്മുടെ പ്രയർ ഡാൻസ് ഒക്കെ അടിപൊളിയല്ലേ? അടിപൊളി, സൂപ്പറായി. അപ്പോൾ നമ്മുടെ ഇത്രയും നല്ലൊരു പ്രയർ ഡാൻസ് നമുക്ക് തരികയും നമ്മൾ ആ ഒരു പ്രാർത്ഥനാനുഭൂതിയിൽ നമ്മൾ ആയിരിക്കുകയും ചെയ്ത നമ്മുടെ സഹോദരന്മാർക്ക് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പരിപാടിക്ക് പോകാം അല്ലേ? അതെ അതെ. അപ്പോൾ എന്താ നമ്മുടെ അടുത്ത പരിപാടി? അടുത്ത പരിപാടി എന്ന് പറയുന്നത് നാൾ വഴി എന്നൊരു പരിപാടിയാണ്. നാൾ വഴി അതെന്താ സംഭവം? എടാ, നമ്മളിപ്പോൾ നമ്മുടെ ആശ്രമമായാലും നമ്മുടെ സെമിനാരി മുന്നോട്ട് നീങ്ങിയിട്ട് ഇപ്പോൾ 25 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സെമിനാരിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും കറക്റ്റ് ബോധ്യം ഉണ്ടാവില്ല. അപ്പോൾ സെമിനാരിനെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ആശ്രമത്തിനും അതേപോലെ തന്നെ നമ്മുടെ സെമിനാരിക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു അച്ഛനും കൂടി ഉണ്ട്. എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ പറയാം. നമ്മുടെ ഈ ആളെ ഞാൻ പറയാട്ടാ. അതായത് നമ്മുടെ സെമിനാരി തുടങ്ങിയ കാലത്ത് ഫസ്റ്റ് ബാച്ചിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളും, അതുപോലെ ഇപ്പം നമ്മുടെ കൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ ബെത്ലഹേം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്വന്തം റാഫേൽ അച്ഛൻ. ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛ, കൗൺസിലേഴ്സ്, വിവിധ ആശ്രമങ്ങളിൽ നിന്നും മറ്റുമായി ഇവിടെ എത്തിയിട്ടുള്ള വൈദിക സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരന്മാരെ, ബെത്ലഹേം മൈനസ് സെമിനാരി പിന്നിട്ട കഴിഞ്ഞ 24 വർഷങ്ങളിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവപരിപാലനയുടെയും നിറവുകളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഈ അനന്ത പരിപാലനയ്ക്ക് മുൻപിൽ ഞങ്ങൾ കൈകൾ കൂപ്പുന്നു. സെൻറ് തോമസ് കപ്പൂച്ചിൻ പ്രോവിൻസിൻ്റെ ജീവനാഡിയാണ് ബെത്ലഹേം ആശ്രമത്തിൽ പ്രവർത്തിക്കുന്ന ബെത്ലഹേം മൈനസ് സെമിനാരി. ഇക്കഴിഞ്ഞ 25 വർഷക്കാലം പ്രോവിൻസിനെ നയിച്ച പ്രൊവിൻഷ്യൽ അച്ഛന്മാരും കൗൺസിലേഴ്സും ബെത്ലഹേം മൈനസ് സെമിനാരിക്ക് നൽകിയ അകമഴിഞ്ഞ സപ്പോർട്ടും പ്രോത്സാഹനവുമാണ് എന്നും സെമിനാരിയെ മുൻപോട്ട് നയിച്ചിട്ടുള്ളത്. അതിനെന്നും ഈ സെമിനാരി സമൂഹം ഇതിൻ്റെ അധികാരികളോട് നന്ദിയുള്ളവരാണ്. ഇക്കഴിഞ്ഞ 25 വർഷക്കാലം സെമിനാരിയെ നയിച്ച വിവിധ റെക്ടേഴ്സും സ്റ്റാഫ് അംഗങ്ങളും സെമിനാരിയുടെ വളർച്ചയിൽ സ്തുത്യർഹമായ പങ്കുവഹിച്ചിട്ടുണ്ട്. 1999 ഒക്ടോബർ 25 അവിഭജിത സെൻറ് ജോസഫ് കപ്പൂച്ചിൻ പ്രോവിൻസിനെ രണ്ടാക്കി വിഭജിച്ചപ്പോൾ രൂപം കൊണ്ടതാണ് നമ്മുടെ സെൻറ് തോമസ് കപ്പൂച്ചിൻ പ്രോവിൻസ്. അതിനാൽ തന്നെ പുതിയതായി രൂപം കൊണ്ട നമ്മുടെ സെൻറ് തോമസ് കപ്പൂച്ചിൻ പ്രോവിൻസിന് ഒരു മൈനർ സെമിനാരി ആവശ്യമായിട്ട് വന്നു. അതിൻ പ്രകാരം അധികം വൈകാതെ തന്നെ എലിഞ്ഞിപ്ര ബെത്ലഹേം ആശ്രമത്തിൽ പുതിയ മൈനർ സെമിനാരിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പുതിയ സെമിനാരിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി എലിഞ്ഞിപ്രയിൽ നടക്കുമ്പോൾ തന്നെ 32 വൈദിക വിദ്യാർത്ഥികൾ, 25 ഒന്നാം വർഷക്കാരും 7 രണ്ടാം വർഷക്കാരുമായി 2000 ജൂൺ 13 മുപ്ലിയം ധ്യാനാശ്രമത്തിൽ വെച്ച് സെൻറ് തോമസ് പ്രോവിൻസിൻ്റെ പ്രഥമ പ്രൊവിൻഷ്യൽ ഫ്രാൻസിസ് ക്രിസ്റ്റി അച്ഛൻ്റെ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയോടുകൂടി സെൻറ് തോമസ് പ്രോവിൻസിൻ്റെ താൽക്കാലിക മൈനർ സെമിനാരിക്ക് മുപ്ലിയം ധ്യാനാശ്രമത്തിൽ തുടക്കം കുറിച്ചു. അന്നത്തെ 32 വൈദിക വിദ്യാർത്ഥികളിൽ ഒരാളായി ഞാനും ഒപ്പം കൂടെയുണ്ടായിരുന്ന കുറച്ച് പേരും ഇവിടെ ഇരിപ്പുണ്ട്. ആ 32 പേരിൽ 9 പേർ ഇന്ന് സെൻറ് തോമസ് കപ്പൂച്ചിൻ പ്രോവിൻസിലെ വൈദികരും ഒരാൾ രാജ്കോട്ട് രൂപതയിലെ വൈദികനുമാണ്. റെക്ടറച്ചനായിരുന്ന മരിയലാലച്ചൻ്റെ അഭാവത്തിൽ വൈസ് റെക്ടറായിരുന്ന അലോഷ്യസ് അച്ഛനാണ് അന്നത്തെ മുപ്ലിയം ധ്യാനാശ്രമം ഗാർഡിയനായിരുന്ന ജോസ് പുല്ലോക്കാരനച്ഛൻ്റെ നേതൃത്വത്തിൽ മുപ്ലിയം ധ്യാനാശ്രമത്തിലെ വൈദിക വിദ്യാർത്ഥികളുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത്. ഏകദേശം 1 മാസത്തിന് ശേഷം 2000 ജൂലൈ 2-ാം തീയതി നിശ്ചയിച്ച പ്രകാരം എലിഞ്ഞിപ്ര ബെത്ലഹേം ആശ്രമത്തിലെ പുതിയതായി പണിതീർക്കപ്പെട്ട മൈനർ സെമിനാരിയിലേക്ക് വൈദിക വിദ്യാർത്ഥികളെ മാറ്റുകയും തൊട്ടടുത്ത ദിവസം തന്നെ ജൂലൈ 3-ാം തീയതി സെൻറ് തോമസ് പ്രോവിൻസിൻ്റെ വിക്കർ പ്രൊവിൻഷ്യലായിരുന്ന ജസ്റ്റീനിയൻ ചെറുപള്ളിക്കാട്ടച്ഛൻ്റെ കാർമ്മികത്വത്തിലുള്ള ആശ്രമ ഇടവക ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ട വിശുദ്ധ കുർബാനയോടുകൂടി ഔദ്യോഗികമായി സെമിനാരിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയും ചെയ്തു. അതേ തുടർന്ന് മൈനർ സെമിനാരിയുടെ പ്രവർത്തനങ്ങളെല്ലാം സെമിനാരിയുടെ പ്രഥമ റെക്ടറായ മരിയലാലച്ചൻ്റെയും അന്നത്തെ ഗാർഡിയനായിരുന്ന ജോസഫ് അനിലച്ചൻ്റെയും നേതൃത്വത്തിൽ സജീവമായി പുരോഗമിച്ചു.
ആദ്യ വർഷങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ സെമിനാരി അതിൻ്റെ ശൈശവത്തിലായിരുന്നു. വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ ഇന്ന് കാണുന്ന അച്ഛന്മാരുടെ റെഫക്ടറിയും അച്ഛന്മാരുടെ റീഡിംഗ് ഹോളും ഒക്കെ ചേർന്നതായിരുന്നു അന്നത്തെ ആകെയുള്ള റെഫക്ടറി. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റഡി ഹോൾ ആയിരുന്നു അന്നത്തെ സെമിനാരി ചാപ്പൽ. എല്ലാം കൊണ്ടും സെമിനാരിക്ക് വേണ്ടി ഒരു ചാപ്പലും ഒരു റെഫക്ടറിയും ഒരു ഡോർമെട്രിയും അത്യാവശ്യമായിരുന്നു. 2001, 2002 കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്ന റെഫക്ടറിയും ചാപ്പലും ഡോർമെട്രിയും അന്നത്തെ റെക്ടറായിരുന്ന മരിയലാലച്ചൻ്റെ നേതൃത്വത്തിൽ പണി കഴിക്കപ്പെട്ടത്. 2001 ഒക്ടോബർ 1-ാം തീയതി പുതിയതായി നിർമ്മിക്കപ്പെട്ട റെഫക്ടറിയും ഡോർമെട്രിയും പ്രൊവിൻഷ്യൽ അച്ഛനായിരുന്ന ഫ്രാൻസിസ് ക്രിസ്റ്റി അച്ഛൻ്റെ കാർമ്മികത്വത്തിൽ വെഞ്ചരിക്കപ്പെട്ടു. അപ്പോഴും സെമിനാരി ചാപ്പലിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സെമിനാരി ചാപ്പലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ജോസ് പോന്നൂരച്ചനായിരുന്നു. അൾത്താരയിൽ നമ്മൾ ഇന്ന് കാണുന്ന സൂര്യകീർത്തനം രൂപം കൊടുത്തിട്ടുള്ളത് ജോസ് പോന്നൂരച്ചൻ്റെ നേതൃത്വത്തിലാണ്. 2012 സെമിനാരിക്ക് സ്വന്തമായി സണ്ണി പള്ളിപ്പാട്ടച്ചൻ്റെ നേതൃത്വത്തിൽ ഒരു ഓഡിറ്റോറിയം രൂപപ്പെടുകയും അന്നത്തെ പ്രൊവിൻഷ്യൽ അച്ഛനായിരുന്ന റാഫി പാലിയക്കരച്ചൻ്റെ കാർമ്മികത്വത്തിൽ ആശീർവദിക്കപ്പെടുകയും ചെയ്തത്. സെമിനാരിയുടെ രജത ജൂബിലിക്ക് വേണ്ടി ഇപ്പോഴത്തെ റെക്ടറച്ചനായ ഗ്രേഷ്യൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ അത് വീണ്ടും നവീകരിക്കപ്പെട്ടു. മൈനർ സെമിനാരിയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2017 പ്രൊവിൻഷ്യൽ ഇലക്ഷൻ ചാപ്റ്ററിൻ്റെ തീരുമാനപ്രകാരം 2018 ബെത്ലഹേം മൈനർ സെമിനാരിയുടെ ഒരു ഭാഗം ആസ്പിരൻസി സെക്ഷൻ വണ്ടാഴിയിലുള്ള സാൻ പിയോ ആശ്രമത്തിലേക്ക് മാറ്റപ്പെട്ടു. ബെത്ലഹേം മൈനർ സെമിനാരിയിൽ ഉണ്ടായിരുന്ന 2-3 വർഷക്കാരെയാണ് വണ്ടാഴിയിലേക്ക് കൊണ്ടുപോയത്. ഈ വർഷങ്ങളിൽ ബെത്ലഹേം മൈനർ സെമിനാരിയിൽ നടത്തപ്പെട്ടത് ഫസ്റ്റ് ഇയേഴ്സിന് മാത്രമുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാം മാത്രമായിരുന്നു. ഈ ഒരു സംരംഭം 2021 അധ്യയന വർഷം വരെ തുടർന്നു. അതിനുശേഷം 2021 3 പ്രോവിൻസുകളിൽ നിന്നുമുള്ള +2 ഡിഗ്രിയോ കഴിഞ്ഞ മൈനർ സെമിനാരി വിദ്യാർത്ഥികളെ മാത്രം പരിശീലിപ്പിക്കുന്ന ഒരു സെമിനാരിയായി വണ്ടാഴി സാൻ പിയോ ആശ്രമം നിലകൊണ്ടു. ദൈവവിളിയിലുണ്ടായിരുന്ന ഏറ്റക്കുറച്ചിലുകളും സുഗമമായ പരിശീലനത്തെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് 2023 മെയ്യിൽ നടന്ന പ്രൊവിൻഷ്യൽ ഇലക്ഷൻ ചാപ്റ്ററിൻ്റെ തീരുമാനപ്രകാരം മൈനർ സെമിനാരിയുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ വീണ്ടും എലിഞ്ഞപ്രയിലുള്ള ബെത്ലഹേം മൈനർ സെമിനാരിയിലേക്ക് കൊണ്ടുവരികയും വണ്ടാഴിയിലുള്ള സെമിനാരിയുടെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു. ഫ്രാൻസിസ്കൻ കപ്പൂച്ചിൻ സെമിനാരി എന്ന നിലയിൽ ഈ ഭവനം എന്നും ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയ്ക്കും വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ധ്യാനാത്മകത പൂർണ്ണമായും ഉൾക്കൊണ്ട് നമ്മുടെ സെമിനാരിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കാർച്ചറി അല്ലെങ്കിൽ പർണശാല. 2004 ജോസ് പോന്നൂരച്ചൻ റെക്ടറായിരുന്ന കാലഘട്ടത്തിൽ അച്ഛൻ്റെ തന്നെ ഇനീഷ്യേറ്റീവിൽ അച്ഛനും അന്നത്തെ മൈനർ സെമിനാരി വിദ്യാർത്ഥികളും ചേർന്ന് പണി തീർത്തതാണ് കാർച്ചറി പർണശാല. 2004 ഓഗസ്റ്റ് 11 വിശുദ്ധ ക്ലാരയുടെ ദിനത്തിൽ അന്നത്തെ പ്രൊവിൻഷ്യലായിരുന്ന ഡേവിഡ് ഫ്രാൻസിസ് പെരാമംഗലം അച്ഛൻ്റെ കാർമ്മികത്വത്തിൽ കാർച്ചറി ആശീർവദിക്കപ്പെട്ടു. കാർച്ചറി അതിൻ്റെ 20 വർഷങ്ങൾ പിന്നിടുമ്പോൾ അതിൻ്റെ ചില നവീകരണ പ്രവർത്തനങ്ങൾ ആവശ്യമായി വന്നു. അതിൻ പ്രകാരം കഴിഞ്ഞ വർഷം 2024 ഇപ്പോഴത്തെ റെക്ടറച്ചനായ ഗ്രേഷ്യൻ അച്ഛൻ്റെയും അന്നത്തെ സമൂഹത്തിൽ ഞങ്ങൾക്ക് താൽക്കാലികമായി ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്ന ജോൺ പടിഞ്ഞാക്കര അച്ഛൻ്റെയും നേതൃത്വത്തിൽ കാർച്ചറിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. ഒരു ബിബ്ലിക്കൻ ഫ്രാൻസിസ്കൻ ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എസെക്കിയേൽ പ്രവചനം 9:4 ആസ്പദമാക്കി രക്ഷപ്പെടാനുള്ളവർ അവരുടെ നെറ്റിയിൽ താവുവടയാളം സ്വീകരിക്കുന്നു എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കാർച്ചറിയുടെ മുഖവാരം നവീകരിക്കപ്പെട്ടു. അങ്ങനെ അതൊരു താവു കാർച്ചറിയായി രൂപം പ്രാപിക്കുകയായിരുന്നു. ഇതോടൊപ്പം തന്നെ ബെത്ലഹേം മൈനർ സെമിനാരിക്കായി ഒരു പുതിയ പ്രവേശന കവാടവും പണിതീർക്കപ്പെട്ടു. സെമിനാരി അതിൻ്റെ 24 വർഷങ്ങൾ പിന്നിടുമ്പോൾ സെമിനാരിക്ക് ലഭിച്ച മറ്റു 2 വലിയ സമ്മാനങ്ങളാണ് മനോഹരമായൊരു ബാസ്കറ്റ്ബോൾ കോർട്ടും ഒപ്പം ഒരു വോളിബോൾ കോർട്ടും. 2023 തന്നെ റെക്ടറായിരുന്ന ഗ്രേഷ്യൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ കോർട്ട് പണികൾക്കായുള്ള സംരംഭങ്ങൾ ആരംഭിക്കുകയും പ്രൊവിൻഷ്യൽ ജെയ്സൺ കാളനച്ചൻ്റെയും പ്രൊവിൻഷ്യൽ കൗൺസിലിൻ്റെയും ഹൃദയവിശാലതയുള്ള കുറേ വ്യക്തിത്വങ്ങളുടെ സഹായത്തോടെയും കോർട്ടുകളുടെ പണികൾ പൂർത്തീകരിച്ചു. 2024 ജനുവരി 3 പ്രൊവിൻഷ്യൽ ജെയ്സൺ കാളനച്ചൻ അത് വെഞ്ചരിച്ചു.
2000 ജൂണിൽ സെമിനാരി തുടങ്ങിയ കാലഘട്ടം മുതൽ ഇന്നുവരെ ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയാണ് ഈ സെമിനാരിയുടെ ചരിത്രം. അന്നു മുതൽ ഇന്നുവരെ ഈ സെമിനാരി എന്നും ദൈവവിളികളാൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. കൊറോണ മഹാമാരിക്ക് ശേഷം ദൈവവിളികളുടെ എണ്ണത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടായിരുന്നുവെങ്കിലും സെൻറ് തോമസ് പ്രോവിൻസിൻ്റെ ജീവനാഡിയായ ബെത്ലഹേം മൈനർ സെമിനാരിക്ക് ആവശ്യമായ ദൈവവിളികൾ ദൈവം എന്നും നൽകിയിട്ടുണ്ട്, ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ബെത്ലഹേം മൈനർ സെമിനാരി സമൂഹം. ഇതിൽ ഏറ്റവും കൂടുതൽ ദൈവവിളികൾ ഉണ്ടായ വർഷം 2013 35 ഒന്നാം വർഷക്കാരടക്കം ആ വർഷം 65 വൈദിക വിദ്യാർത്ഥികൾ ഇവിടെ പരിശീലനത്തിൽ ആയിരുന്നിട്ടുണ്ട്. 24 വർഷം പിന്നിട്ട് ബെത്ലഹേം മൈനർ സെമിനാരി ഇന്ന് അതിൻ്റെ രജത ജൂബിലി നിറവിലാണ്. ഈ ജൂബിലി ആഘോഷവേളയിൽ സെമിനാരി സമൂഹം കൃതജ്ഞതയോടെ ആയിരിക്കുന്നു. കഴിഞ്ഞ 25 വർഷങ്ങളിലൂടെ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രതീകമായും നന്ദി സൂചകമായും സെമിനാരി സമൂഹം 25 സുഹൃതങ്ങൾ അല്ലെങ്കിൽ 25 കാരുണ്യ പ്രവൃത്തികൾ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവപരിപാലനയുടെയും കുറേ സന്മനസ്സുകളുടെയും ഫലമാണ് ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഈ ബെത്ലഹേം മൈനർ സെമിനാരി. ദൈവം നൽകുന്ന ഈ അനന്ത പരിപാലനയ്ക്ക് മുൻപിൽ ഞങ്ങൾ കൈകൾ കൂപ്പുന്നു. അപ്പോൾ ഇത് നമ്മുടെ നാൾ വഴി ഇത്ര ഭംഗിയായിട്ട് നമുക്ക് അവതരിപ്പിച്ച് തന്ന നമ്മുടെ റാഫേൽ അച്ഛന് പ്രത്യേകമായിട്ട് ഞങ്ങൾ ഈ നിമിഷം നന്ദി പറയുന്നു. അപ്പോൾ തോമസേ, അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താ? അടുത്തത് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. അടുത്ത നമ്മൾ ചെയ്യാൻ പോണത് ഒരു വ്യത്യസ്ത തരം ഒരു കലാരൂപമാണ്. UV ഡാൻസ് എന്ന് പറയും അതിനെ. UV ഡാൻസ് ഇത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതെന്താ സംഭവം? അതായത് നമ്മുടെ ഫ്രാൻസിസ് പുണ്യാളനില്ലേ, അദ്ദേഹം ദൈവത്തിലേക്ക് കൂടുതൽ അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഹൃദയത്തിലേക്ക് ദൈവസ്നേഹം നിറയുകയുണ്ടായി. ആ ദൈവസ്നേഹം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? അദ്ദേഹം ഈ പ്രപഞ്ചത്തിലും പൂക്കളിലും പുഴുക്കളിലും എല്ലാത്തിലും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം, ദൈവസ്നേഹത്തെ അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ഇത് സൂര്യകീർത്തനാണോ? കണ്ടുപിടിച്ചില്ല. അപ്പോൾ ഇത് അടിപൊളിയാവൂട്ടാ. അപ്പോൾ ഇത് അടിപൊളിയാവും. ഇതൊരു വെറൈറ്റി സംഭവമാണെന്ന് ഞങ്ങൾ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾ അനുഭവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഫ്രാൻസിസ്, എൻ്റെ അനന്തമായ സ്നേഹം മുഴുവൻ ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് ചൊരിയുന്നു.
അപ്പോൾ നമ്മുടെ ഈ സെമിനാരിക്ക് ഒരു കപ്പിത്താൻ ഉണ്ടല്ലോ, അതാരാ? ഇത് ചോദ്യാത് എൻ്റെ മുമ്പിൽ ചോദിക്കണ, അച്ഛനും മുമ്പിൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് ചോദിക്കാൻ പാടുണ്ട് നീ? ഇല്ല, അങ്ങനെ എൻ്റെ ക്രിയേഷൻ ആ ഓക്കെ ഓക്കെ. അങ്ങനെ അപ്പൊ നമ്മുടെ സെമിനാരി തുടങ്ങിയ ജൂബിലി ആണല്ലോ, 25ാമത്തെ കൊല്ലാണല്ലോ. അതെ. അപ്പൊ അതിന്റെ ആദ്യത്തെ കൊല്ലത്തിൽ ഇതുപോലൊരു കപ്പിത്താൻ ഉണ്ടായിരുന്നു, അതാരാ? ആരാ? അതും ഇനിയിപ്പോ ചോദിക്കാൻ നിൽക്കണ? അന്ന് വേണ്ട, ഞാൻ ഉത്തരം അതാ പറഞ്ഞ നമ്മുടെ മര്യാദച്ചൻ അല്ലേ? നമ്മുടെ സ്വന്തം മര്യാദച്ചൻ. നമ്മുടെ സ്വന്തം മര്യാദച്ചൻ അങ്ങനെ പറയണമാ, നമ്മുടെ സ്വന്തം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ സ്വന്തം മര്യാദച്ചനെ, അച്ഛൻ്റെ നല്ല ഷെയറിങ് കേൾക്കാനായിട്ട് ഞങ്ങൾ ഈ 2 സഹോദരന്മാർ മര്യാദച്ചനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ ബഹുമാനയുടെ പ്രവിശ്ച്ച കൗൺസിൽ അംഗങ്ങളെ, ബഹുമാന ഗാർഡിയൻ ജെയ്സൺ, ഡയറക്ടർ ഗിരീഷ്യൻ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, സഹോദരന്മാരെ, ഇടവക്കാരെ, ബന്ധുക്കളെ, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെ, വളരെ സന്തോഷമുള്ള അവസരമാണ്. UV ഡാൻസിന് മുമ്പാണെങ്കിൽ ഞാൻ ഷൈൻ ചെയ്തേനെ. ഇപ്പോൾ അത് ഷൈൻ ചെയ്യാനത്ര എളുപ്പമല്ല. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ടെന്ന് ഇവിടെ നിൽക്കാനായിട്ട്. സെമിനാരി ആരംഭിച്ച ഘട്ടത്തിലൊക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. 53 വയസ്സ് പ്രായം എനിക്കായി. പട്ടം കിട്ടി 21 വർഷമായിപ്പോൾ എൻ്റെ സുപ്പീരിയേഴ്സിന് കാര്യം മനസ്സിലായി, എനിക്ക് ഒന്നും അറിയില്ല എന്ന്. അതുകൊണ്ട് അവരെന്നെ പഠിക്കാൻ വിട്ടു. പോയി പഠിച്ചിട്ട് വാടാന്ന് പറഞ്ഞു. അങ്ങനെ പഠിക്കാൻ പോയിട്ട് പഠനം കഴിയുമ്പോഴാണ് ബഹുമാനപ്പെട്ട ക്രിസ്ത്യച്ചൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ക്രിസ്ത്യച്ചൻ എന്നെ പിടിച്ച് റെക്ടറാക്കിയത്. വയസ്സ് 55. മൈനസ് സെമിനാരിക്ക് പറ്റിയ ഒരു റെക്ടർ ആണോ? അല്ല. പിന്നെ ചെറുപ്പക്കാർ പിള്ളേരെ പറഞ്ഞ് 18 18 അവരുടെ ഇടയിലേക്കാണ് ഞാൻ 55 വയസ്സുകാരൻ കടന്ന് വരുന്നത്. എനിക്കത് സർപ്രൈസായിരുന്നു. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്, നീട്ടി പറയുന്നില്ല. പല കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചപ്പോഴൊക്കെ എനിക്കൊരു സർപ്രൈസായിരുന്നു. എന്തുകൊണ്ടെന്ന് എനിക്ക് എന്നെ തന്നെ അറിയാമായിരുന്നതുകൊണ്ട്. അങ്ങനെയാണ് ഞാനിവിടെ റെക്ടറായിട്ട് വരാനായിട്ട് ഇടയായത്. ഇവിടെ വരും മുമ്പ് ഞാൻ ഈ സെമിനാരി തുടങ്ങിയപ്പോൾ പറഞ്ഞു, ജൂലൈ 3-ാം തീയതി ഉദ്ഘാടനം നടക്കുമ്പോൾ ഞാനിവിടെ ഇല്ല, ഇറ്റലിയിലാണ് ഞാൻ. അത് കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിയുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇത് സെമിനാരിയാണ്. ഒടുക്കത്തെ അത്താഴത്തിൽ ഈശോ അപ്പവും വീഞ്ഞെടുത്തിട്ട് പറഞ്ഞതിൻ്റെ ശരീരമാണ്, ഇത് രക്തമാണ്, എടുത്ത് പാനം ചെയ്യുക, എടുത്ത് ഭക്ഷിക്കുവേൻ. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവേൻ. കർത്താവ് ഈ വിശുദ്ധ കുർബാന മാത്രമല്ല അവിടുത്തെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ പറഞ്ഞത് 7 കൂദാശകളുണ്ട്. അവൻ്റെ വചനം പ്രഘോഷിക്കണം, അതാണ് അവൻ്റെ ഓർമ്മയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം, അവൻ സഹായിച്ചതുപോലെ സഹായിക്കണം. ഇതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. സെമിനാരിയുടെ പ്രവർത്തനം ഈ കാര്യങ്ങൾക്കായിട്ട് അവിടെ വരുന്ന മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഈ കഴിഞ്ഞ 25 വർഷത്തിൽ ഈ കാര്യം ഈ സെമിനാരി വേണ്ട വിധത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള തെളിവായിട്ട് ഇവിടെ പ്രവൃത്തി ഞങ്ങളുടെ രൂപതയിൽ, ഞങ്ങളുടെ ഈ പ്രോവിൻസിന് പുറത്തും അതുപോലെ തന്നെ ഇന്ത്യക്ക് അപ്പുറത്തും പ്രവർത്തിക്കുന്ന സഹോദരന്മാർ സാക്ഷികളാണ് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയുകയും അതിൽ പങ്കെടുത്ത എല്ലാവരെയും അനുമോദിക്കുകയും ചെയ്യുന്നു. ഓരോ സഹോദരന്മാരോടും കൂടെ ജീവിക്കുമ്പോൾ ഞാനൊക്കെ അല്പം അസൂയപ്പെടാറുണ്ട്. അവരൊക്കെ വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ ഞാൻ ചെയ്തേക്കാളൊക്കെ നന്നായിട്ട് ചെയ്യുമ്പോൾ ഒരു വിഷമം പോലെ. പക്ഷെ അത് സന്തോഷമാണ്, അത് ആനന്ദമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ ജീവനുള്ള ഒരവസരമാണ്. സെമിനാർ ഡിവിഷൻ കഴിഞ്ഞ് ഞങ്ങളുടെ പ്രോവിൻസ് ഡിവിഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറവായിരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ റാഫിയച്ചനെ കുറിച്ച് പറയുമ്പോൾ ഈ സെമിനാരി തുടങ്ങിയപ്പോൾ ആളിവിടെ ഉണ്ട്, ഇപ്പോഴും ഇവിടെ ഉണ്ട്, ഒരു വളർച്ചയില്ലെന്നാണ് തോന്നണേ. റാഫിയച്ചനുണ്ട്.
അദ്ദേഹം പറഞ്ഞു ഇവിടെ പണി പൂർത്തിയാക്കിയ സെമിനാരിലേക്ക് ഞങ്ങൾ വന്നു എന്ന്. അത് ശരിയല്ല. പണിത് കൊണ്ടിരിക്കുന്ന സെമിനാരിലേക്ക് ഞങ്ങൾ വന്നു അല്ലേ അലോഷിച്ച പണി ചെയ്ത അശോഷ് ഇവിടെയുണ്ട്. ആ സെമിനാരിലേക്ക് ഞങ്ങൾ ഇവിടെ വന്നത്. ഈ സെമിനാരിലെ ഉദ്ഘാടനം ഔദ്യോഗിക ജൂലൈ 3 നടന്നു. ഇതിൻ്റെ പേരിൽ കാര്യമായിട്ട് പ്രവർത്തിച്ച ഞങ്ങളുടെ കൗൺസിലും പ്രൊവിൻസിൽ ഉണ്ടെങ്കിൽ തന്നെയും സെമിനാരിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് അലോഷ്യസത്തിലാണ്. ഒരു കയ്യടി കൊടുക്കണം കേട്ടോ. ഞാനിവിടെ വരുമ്പോൾ എല്ലാം റെഡിയായിരുന്നു. ഞാൻ ജൂലൈ 28 ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ സിലബസ് ഫുള്ളി റെഡിയാണ്. ഇതിൻ്റെ ടൈം ടേബിൾ കൃത്യമാണ്. നടപടിക്രമങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി നടക്കുന്നു. ക്ലാസ്സുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാം പൂർത്തിയാക്കിയെടുത്തേക്കാണ് ഞാൻ കടന്നു വന്നത്. എനിക്ക് പ്രത്യേകമായിട്ട് കാര്യമൊട്ടും ചെയ്യാനുണ്ടായിരുന്നില്ല. അച്ഛൻ വീണ്ടും അത് നവീകരിച്ചു കൊണ്ടിരുന്നു. അപ്പം ഞാനിവിടെ വന്നപ്പോൾ ഈ ചെറുപ്പക്കാർ പിള്ളേരൊക്കെയാണ്. അവരോടൊപ്പം ഒന്ന് ഇറങ്ങി കളിക്കണമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പഴയ ഫുട്ബോൾ പ്രേമത്തിന് ഞാൻ അവരോട് ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയിട്ടല്ല, സ്റ്റാറാകാൻ ഇറങ്ങിയതാണ്. തറയിൽ വീണ് ഞാൻ തറയായി പോയി. അതാണ് ഉണ്ടായിട്ടുള്ള കാര്യം. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഓടുമ്പോൾ എനിക്ക് ശരിക്കും നമ്മൾ ഓടുമ്പോൾ നമ്മുടെ കാല് അതിനൊപ്പം നീങ്ങണം. അതിന് നമ്മുടേതായ എല്ലാ മസിൽസും അതുപോലെ തന്നെ മറ്റു കാര്യം വർക്ക് ചെയ്യണം. അതൊന്നും എനിക്ക് ശരിയല്ല. അങ്ങനെ ആദ്യത്തെ ദിവസം ഞാൻ വീണു, കുഴപ്പമില്ല. പിന്നെ കളിക്കാൻ പോയിട്ടില്ല. അങ്ങനെ ഞാൻ ചെറുപ്പക്കാരനായിട്ട് തെളിയിക്കാൻ എനിക്ക് സാധിച്ചും ഇല്ല. ഇവിടെ ഉണ്ടായിരുന്ന അവസരത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചാപ്പൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ചാപ്പൽ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 32 സ്റ്റുഡൻസിനും ഒരു അച്ഛനും കൂടെ കയറിയിരിക്കാനുള്ള സ്ഥലം അതിനകത്ത് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴൊക്കെ തിങ്ങിക്കൂടിയാണ് ഇരിക്കുക. പിന്നെ 1.5 വർഷം കാത്തിരിക്കേണ്ടി വന്നു ശരിയായുള്ള ചാപ്പൽ കിട്ടാനായിട്ട്. അങ്ങനെ ആ ചെറിയ മുറിയിൽ ഞങ്ങൾ അല്പം കൂടി വലിയ ഹാളിലേക്ക് മാറി. പിന്നെ ഞാൻ പോകുന്നവരെ പുതിയ ചാപ്പൽ ഉണ്ടായിട്ട് പൂർത്തിയായിരുന്നില്ല എന്നുള്ളതാണ് കാര്യം. റെഫക്റ്ററി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നു. വളരെ അടുത്തിരുന്ന് സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഭക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെ കളിക്ക് സ്ഥലം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പരിമിതികളുണ്ടായിരുന്നു. ഇപ്പം നല്ല സ്റ്റേജ് ഇവിടെയുണ്ട് ഇല്ലേ. അന്ന് റാഫിയച്ചനും ഒന്നും സ്വപ്നം കണ്ട് കാണില്ല സ്റ്റേജ്. ഇവിടെ അടുത്തൊരു ചെറു സാധനം കാണാം. അതാണോ എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷെ അവിടെയൊക്കെ വളർന്നു. ആർക്കും ഒരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നില്ല. എവരിബഡി വാസ് ഹാപ്പി ദർ. ഈ സിറ്റുവേഷനിലാണ് ഞങ്ങൾ പ്രയോജനം. പിന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ എല്ലാം ഭംഗിയായിട്ട് നടന്നിരുന്നു. കൃഷിയാണെങ്കിൽ അലോഷ്യസിനെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരനാണ് കേട്ടോ. അദ്ദേഹം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഓരോ അസൈൻമെൻറ്റ് കൊടുത്തിരിക്കുക. അസൈൻമെൻറ്റ് എന്താണെന്ന് അറിയാമോ? തെങ്ങിന് കട കളയ്ക്കുന്ന സമയത്താണ് ഞാൻ വന്നത് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും 5 ഇഞ്ച് തെങ്ങ് വെച്ച് കൊടുത്തു. തെങ്ങ് കയറാനല്ല, തെങ്ങിൻ്റെ കട കളയ്ക്കാനായിട്ട്. അത് ഫ്രീ ടൈം കണ്ടെത്തിയിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ കളച്ചിരിക്കണം. അവർ കളച്ചിരുന്നു. അപ്പം ഞാൻ അല്പം പ്രായം ചെന്ന ആളാണെങ്കിലും അലോഷ്യസൻ എല്ലാ കാര്യങ്ങൾക്കും അവരോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ക്രിസ്ത്യച്ചൻ ഞങ്ങളുടെ കൂടെ ചേർന്ന് ക്രിസ്ത്യച്ചൻ പട്ടം കിട്ടി. ആദ്യത്തെ അപ്പോയിൻമെൻറ്റിൽ ഇവിടെ വന്നു. ഞങ്ങളുടെ പേര് 3 ഞാൻ വരുമ്പോൾ അലോഷ്യസിനും ഞാനും ഉണ്ട് സ്റ്റാഫിൽ, പെർമനൻ്റ് സ്റ്റാഫ്. സണ്ണിയച്ചനുണ്ട്, പിന്നെ പോളിയച്ചൻ, പിന്നെ ഫാദർ ജോസ് പുല്ലോക്കാരൻ വിസിറ്റിംഗ് പ്രൊഫസേഴ്സാണ്. അലോക, അതുപോലെ തന്നെ അലോക ഇവിടെയുണ്ട്, പോയോ ഇല്ല. അതുപോലെ തന്നെ താങ്ക് യു. അതുപോലെ ഇമ്മാനുവൽ സാറ്. ഞങ്ങൾ 3-4 പേരൊക്കെ കൂടിയാണ് നടന്നത്. അതുകൊണ്ട് ഗുണമുണ്ടായി കേട്ടോ. വേൾഡ് ഹിസ്റ്ററി പഠിക്കാത്ത ഞാൻ വേൾഡ് ഹിസ്റ്ററി പഠിക്കാൻ തുടങ്ങി. അത് സന്തോഷം തോന്നി. അത് പഠിപ്പിക്കാനും തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇല്ലായ്മയില്ലാതെ നിറവുകളോട് തുടക്കാനായിട്ട് ഞങ്ങൾക്കിവിടെ സാധിച്ചു. പ്രൊവിൻഷ്യൻ്റെ സപ്പോർട്ട്, സുപ്പീരിയറായിരുന്ന ഫാദർ അനിൽ പനങ്കൂടൻ ഇവിടെയില്ല, അദ്ദേഹത്തെ സപ്പോർട്ട്, ഇതൊക്കെ ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് മുന്നോട്ട് പോകാനായിട്ട്. അതാണ് ഇതിൻ്റെ ആരംഭം. ആ ആരംഭത്തിന് സാവധാനം ഞങ്ങൾ ചാപ്പൽ
അതുപോലെ തന്നെ ആ പുതിയ വിങ്ങിൻ്റെ നിങ്ങൾ വീട്ടിൽ കണ്ടായിരുന്നു. ആ ചാപ്പലും അടിയിൽ റെഫക്ടറി, മുകളിൽ ചാപ്പൽ, അതിൻ്റെ മുകളിൽ ഡോർമെറ്ററി കെട്ടിടം വന്നു, മറ്റ് സൗകര്യങ്ങൾ വന്നു. പിന്നത്തെ വർഷം ആൾക്കാർ കൂടുതൽ വന്നു. ഇത് കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഞങ്ങൾ കപ്പൂച്ചിൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായുള്ള പ്ലാനിങ്ങുകളൊന്നും ഇല്ല. കർത്താവിൻ്റെ സഹായത്തോടെ ഓരോ കാര്യങ്ങൾ തുടങ്ങിക്കഴിയുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത് എന്താ ഇങ്ങനെയൊക്കെ എന്ന് തോന്നും. വർഷങ്ങളെടുക്കും ഞങ്ങൾ പൂർണ്ണതയിലേക്ക് വരാനായിട്ട്. അത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. ഇവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റാഫ് അംഗങ്ങൾ, സമൂഹത്തിലെ ആദ്യത്തെ അംഗങ്ങൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട്, പലരും സഹകരിച്ചിട്ടുണ്ട്, വളർത്താനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ അന്നത്തെ ബാച്ചിലുണ്ടായിരുന്ന ആദ്യത്തെ ബാച്ച് സ്റ്റുഡൻസ്, അവരുടെ സഹകരണങ്ങൾ വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒന്നാണ്. ആർക്കും ഒന്നിനെ സംബന്ധിച്ചിടത്തോളം, കുറവുകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വേദനയോ വിഷമോ കംപ്ലൈൻറ്റോ ആർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ കഴിഞ്ഞ ഈ കാലങ്ങളിൽ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിച്ചിരിക്കുന്നു. ഒരു ജൂബിലി ആഘോഷിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഇന്ന് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. നമ്മുടെ മരിയലാലച്ചൻ്റെ ഇത്രയേറിയ വിലയേറിയ വാക്കുകൾക്ക്, ആ എനർജറ്റിക് ആയിട്ടുള്ള വാക്കുകൾക്ക് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു നല്ല കയ്യടി കൊടുക്കാം. സംസാരം കേൾക്കുമ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ അച്ഛന്മാർ പറഞ്ഞ പോലെ പ്രായം താഴോട്ട് പോകണമെന്നുണ്ട് അച്ഛൻ്റെ. ഇപ്പോഴെന്തോ ഫുൾ എനർജി ആയിട്ട് ഫുൾ എൻജോയ് ആയിട്ടാണ് ആൾ സംസാരിക്കണേ. അപ്പോൾ മരിയലാലച്ചന് പ്രത്യേകമായിട്ട് താങ്ക് യു. അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, ആളെപ്പോൾ ഇവിടെ കാണാനില്ല. എവിടെ ആള്? നിനക്ക് നിന്നെ പറ്റി നീ എവിടെ നിന്ന് പറഞ്ഞപ്പോ മൈക്ക്? ആ അയ്യോ സൗണ്ട് കൂടില്ല. ആ ഇതൊക്കെ മനസ്സിലായി കണ്ടിട്ട്? അല്ല ആളെ മനസ്സിലായി. ഇതിപ്പോ ഇവിടെ മനസ്സിലായില്ലേ കണ്ടിട്ട്? ചെറുതായിട്ട് മനസ്സിലായി. അപ്പൊ മനസ്സിലായില്ല ആളെ മനസ്സിലായി. ഇത് എന്ത് കോലത് ഇവിടുന്ന് വരണേ? ഞാൻ ഈ യുവിയുടെ ഇടയിൽ കൂടെ ഒരു സ്ഥലത്തേക്ക് പോയി. ഇതിൻ്റെ ഇടയിൽ കൂടെ എവിടേക്ക് ആയിരിക്കും ഗസ് ചെയ്യാൻ പറ്റുമോ? ആരോടും? ആ പഞ്ചാബിക്ക് പോയി. ഇത്ര പെട്ടെന്ന് പോയി വന്നാ? എന്നിട്ട് അപ്പൊ പഞ്ചാബ് പോയി. നിങ്ങൾ കേൾക്കണം, ഞാൻ പഞ്ചാബ് പോയപ്പോഴേ ട്രെയിനിൽ കുറച്ച് സിക്കുകാരുണ്ട്. സിക്കുകാരനാ? എന്നിട്ട് ഏട്ടാ ടീമല്ലേ? ഓ അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, നമ്മുടെ ജൂബിലിയാണ് അവരെ ക്ഷണിച്ച്. ഞാൻ പറഞ്ഞേ എടാ നമ്മുടെ അവിടെ ജൂബിലി ഉണ്ട്, അപ്പൊ എന്ന് വന്ന് 2 സ്റ്റെപ്പ് ഇടണം. അവര് പറഞ്ഞ അപ്പൊ എത്ര പേരുണ്ടാവും അറിയില്ല അല്ലേ? അറിയില്ല, എനിക്കറിയില്ല. അതെങ്ങനെ എനിക്കറിയാം? പിന്നെ പറയട്ടെ. ആ അപ്പോൾ ഞാൻ കുറച്ച് സിക്കുകാരെ കൊണ്ടുവന്നുണ്ട്. അപ്പൊ അടുത്ത പരിപാടി എന്നിട്ടാ എന്തായിരിക്കും? അടുത്ത പരിപാടി അതന്നെ അവരുടെ പരിപാടി അത്രല്ലോ. നീ വിളിച്ചപ്പോ അവര് വന്നാ? അരേ പൂടി ബാബാ, അരേ ആ കേൾക്കാം. ഉണ്ട്. അപ്പോഴേ അടുത്തത് നമ്മുടെ ബാബാമാരുടെ ഡാൻസാണ്. ഓക്കെ മതി. ബൈ പക്കടോ. ਕੁੜੀ ਕਿਤੇ ਵਿੱਚ ਜਾਵੇ ਤੁਲਾ ਪੱਟ ਦੀ
ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ കാര്യപരിപാടികളുടെ ദൃശ്യമായും പിന്നെ കേൾവിയിലൂടെയൊക്കെ കണ്ട് പോവുകയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചേ, നമ്മൾ ഇപ്പോൾ ജൂബിലി വർഷമായതുകൊണ്ട് നമ്മളൊരു സ്മരണിക ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സൊവിനിയർ അതൊന്നും സംഭവം എന്നറിയില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 25 കൊല്ലത്തെയും ഒറ്റ ബുക്കിലൂടെ അല്ലെങ്കിൽ എന്താ പറയുക ഒറ്റ കണ്ണിലൂടെ കാണാനുള്ള ഒരു വഴിയാണ് സൊവിനിയർ. ഈ 25 വർഷം നടന്ന എല്ലാ കാര്യപരിപാടികളും എല്ലാതും ഉൾക്കൊണ്ടുകൊണ്ടൊരു ബുക്ക്. അപ്പോൾ ഞങ്ങളത് ഇന്ന് റിലീസ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം പ്രൊവിൻഷ്യൽ അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഓക്കെ, അപ്പം ഞാനേ പതുക്കെ ഈ ഒരു ബുക്കിനെ കുറിച്ച് നിങ്ങൾ അത് കാണാൻ പറ്റിയ ഇതേ തുറക്കാനായിട്ട് ഇപ്പം കവർ പേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അപ്പോൾ ഇതിലെന്നിട്ട് എഴുതിയേക്കണേ ഓർത്തസ്. അതൊരു ലത്തീൻ പദമാണ്, ലാറ്റിൻ വേർഡ്. ഓക്കെ, അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നതേ അതിന് കുറേ മീനിങ്ങുണ്ട്. അതിലൊന്നാണ് ജനനം, 2 എന്ന് പറഞ്ഞാൽ സൺറൈസ്, 3 എന്ന് പറഞ്ഞാൽ ബിഗിനിങ്. അങ്ങനെ 2-3 അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു വാക്കിനും ഒരു പേരിന് വേണ്ടിയൊക്കെ പോകുമ്പോഴാണ് ഈ ഒരു വാക്ക് കണ്ടുകൂട്ടിയത്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ശരിയാണ്, നമ്മൾ ബെത്ലഹേം ഇന്ന് നമ്മുടെ പ്രൊവിൻഷ്യൽ അച്ഛനൊക്കെ പറഞ്ഞ പോലെ എന്താ പറയുക എല്ലാത്തിനും തുടക്കം ബെത്ലഹേം എല്ലാം ഇതിലാണല്ലോ. അപ്പോൾ ബിഗിനിങ്, അപ്പോൾ ആദ്യത്തെ മീനിങ് ബിഗിനിങ് ആണ്. അപ്പോൾ ഓരോ വൈദികരും ഈ ഒരു പ്രൊവിൻസിൽ തുടക്കമിടണത് ഈ ഒരു സ്ഥലത്തു നിന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വാക്ക് അതായിട്ട് കണക്റ്റ് ആവുന്നത്. ഇനി രണ്ടാമത്തെ സൺറൈസ് അല്ലേ. അപ്പോൾ ഒരു വചനമൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, ഈശോനായിട്ടാണോ ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ വെളിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ ഈ ബെത്ലഹേമിലാണല്ലോ ഈശോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വീണ്ടും ഈ ഒരു വാക്ക് കണക്റ്റ് ആവണത് സൺറൈസിലേക്കാണ്. പിന്നെ വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് എന്ന് പറഞ്ഞാൽ ഉയർച്ച. ഈ ഒരു 25 കൊല്ലത്തെ ഉയർച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു. ഇപ്പം നമ്മുടെ മരിയാലച്ചനൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതുപോലെ നമ്മുടെ റാഫേലച്ചൻ ഇങ്ങനെ സ്ലൈഡ് ഷോയിലൂടെയും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ ഏറ്റവും കുഞ്ഞ കാര്യത്തിൽ നിന്ന് ബെത്ലഹേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയ്ക്കൊന്നും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരുക്കക്കുറവിലും ദൈവം ഓൾറെഡി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറി വന്നിട്ടാണ് ഈ 25 കൊല്ലമായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സെമിനാരി ഈ ഒരു കോലത്തിലായത്. കോലത്തിലല്ല എന്നാലും ഫേസ് ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് വ്യക്തികൾ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും. എന്നാലും ഞാൻ പറയാം, ഇത് നമ്മുടെ എല്ലാ റെക്ടർമാരുമാണ്. ഓക്കെ, എല്ലാ റെക്ടർമാരും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ജീസസ് ആണ്. കാരണം ഈ ഒരു ബെത്ലഹേമിൻ്റെ വണ്ടി, ഈ ഒരു യാത്രയാണല്ലോ 25 കൊല്ലത്തെ യാത്ര. ഈ ഒരു വണ്ടി ഓടിക്കുന്നത് ഈശോയാ. അതുകൊണ്ടാണ് ഇപ്പോൾ ബെത്ലഹേം ഇതുപോലെ ആയത്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവർ ഈശോയാണ്. ഇപ്പോൾ പോണത് ബെത്ലഹേമിലേക്കാണ്. അത് ഈ മൂലയിലുണ്ട്, അത് കാണാം. അടുത്ത പ്രാവശ്യം നമുക്ക് ഇറക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം ജീസേ, ഇനി അടുത്ത് എന്തുട്ടാ? അടുത്തത് നമ്മുടെ ജൂബിലി സോങ് ആണ്. അതെ, അപ്പം മീൻ കറിയിൽ മീനില്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ മീൻ കറി എന്ന് പറയില്ലല്ലോ. അതുപോലെ ജൂബിലിയിൽ ജൂബിലി സോങ് ഇല്ലെങ്കിൽ അത് ജൂബിലി എന്ന് പറയില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു ജൂബിലി സോങ് നമ്മുടെ പ്രദേശം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിനായിട്ട് കാതോർക്കാം. ഓക്കെ. തിരുനാഥന്റെ സ്നേഹം പൊഴിയുമിതാ ബെത്ലഹേം, സുവർണ്ണ വെള്ളി നിലവിലായിതാ ബെത്ലഹേം, നിറവിൻ കതിരൊളി വീശി
കരങ്ങൾ കോർത്തു ചേർന്നു പാടിടാം. ഇത് ബെത്ലഹേമിൻ ജൂബിലി, ഇത് ബെത്ലഹേമിൻ ജൂബിലി. നിരനിരയായി അണിചേർന്നിടാം. ഇത് ബെത്ലഹേമിൻ ജൂബിലി. സുവർണ വെള്ളി നിലവിലായിതാ ബെത്ലഹേം കതിരൊളി വീശിതാ ബെത്ലഹേം. ആടിടാം പാടിടാം കിന്നരങ്ങൾ വീട്ടിടാം. താതൻ ചൊരിഞ്ഞ അനുഗ്രഹത്തിൻ സ്തുതികളേകിടാം. ആടിടാം പാടിടാം കിന്നരങ്ങൾ വീട്ടിടാം. നാഥൻ ചൊരിഞ്ഞ അനുഗ്രഹത്തിൻ സ്തുതികളേകിടാം. സുവർണ വെള്ളി നിറവിലായിതാ ബെത്ലഹേം ബെത്ലഹേം. നിറവിൻ കതിരൊളി വീശിതാ ബെത്ലഹേം. സ്നേഹത്തിൻ നിറവിലും കൃപതൻ തിരവിലും സമൃദ്ധിയാർന്നു ബെത്ലഹേമിതാ. താതന്റെ കരുതലും വൃത്തോട് ചേർക്കലും പുതുജന്മമേകിടുമിതാ. സ്നേഹത്തിൻ നിറവിലും കൃപതൻ തിരവിലും സമൃദ്ധിയായി ബെത്ലഹേമിതാ. താതന്റെ കരുതലും വൃത്തോട് ചേർക്കലും പുതുജന്മമേകിടുമിതാ. സുവർഷരന്തവാടമാണിതാ ബെത്ലഹേം ബെത്ലഹേം. ഈ ലോകത്തിൻ പ്രകാശമായിടാ പോയിടാ പോയിടാ. ആടിടാം പാടിടാം കിന്നരങ്ങൾ വീട്ടിടാം. താതൻ ചൊരിഞ്ഞ അനുഗ്രഹത്തിൻ സ്തുതികളേകിടാം. ആടിടാം പാടിടാം കിന്നരങ്ങൾ നീട്ടിടാം. താതൻ ചൊരിഞ്ഞ അനുഗ്രഹത്തിൻ സ്തുതികളേകിടാം. സുവർണ വെള്ളി നിലവിലായിതാ ബെത്ലഹേം ബെത്ലഹേം. നിറവിൻ കതിരൊളി വീശിതാ ബെത്ലഹേം. താങ്ക് യു. എടാ ആൻ്റണി, നമ്മൾ കുറേ മുന്നോട്ട് പോയില്ലേ? പോയി. അപ്പം നമ്മുടെ പരിപാടി തീരാറായില്ലേ? തീരാറായി. അയ്യടാ, പരിപാടിയൊന്നും കഴിയാറില്ല. ഇനിയാണ് വെടിക്കെട്ട്. ടമാർ പട്ടാർ. പട്ടക്ക് തുഴഞ്ഞ് പട്ടക മടിച്ച് പാണ്ടിയ പട്ടക്കേറി അടട മീശ കൗണ്ടരേ മുരച്ച് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേള മംഗളം. അടട മീശ കൗണ്ടരേ
തണ്ടനത്തന പാടി വാ സട്ടക്ക് പടക്ക് തുഴഞ്ഞ് പടക പതിച്ച് പാട്ടിയെ പട കേറി വാ വണ്ടികളെ തുരത്തിയോടും വണ്ടി ഇത് പറക്കും വണ്ടി ഇത് പാവങ്ങളുടെ വണ്ടി ഇത് കുറുകുറുമ്പന്റെ വണ്ടി ഇത് കുടുംബങ്ങൾക്ക് വേണ്ടി ഇത് കയ്യെ തട്ടി കൂപ്പിട്ടാ നിൽക്കും കാറ്റിൻ സ്പീഡിൽ സിറ്റിയിൽ പറക്കും ട്രാഫിക് ജാമിൽ നെട്ടോട്ടം കുതിക്കും റോക്കറ്റ് കണ്ടാൽ എല്ലാവരും വിറയ്ക്കും തീയടാ തീയടാ അയ്യടാ അയ്യടാ തീയടാ തീയടാ അയ്യടാ അയ്യടാ മൂന്ന് ചക്ര വണ്ടി ഇത് മൂച്ചെടുക്കും വണ്ടി ഇത് മുരട്ടുകാല വണ്ടികളെ തുരുത്തിയോടും വണ്ടി ഇത് പറക്കും വണ്ടി ഇത് പാപങ്ങളുടെ വണ്ടി ഇത് കുറുകുറുമ്പന്റെ വണ്ടി ഇത് കുടുംബങ്ങൾക്ക് വേണ്ടി ഇത് കയ്യെ തട്ടി കൂപ്പിട്ടാ നിൽക്കും കാറ്റിൻ സ്പീഡിൽ സിറ്റിയിൽ പറക്കും ട്രാഫിക് ജാമിൽ നെട്ടോട്ടം കുതിക്കും റോക്കറ്റ് കണ്ടാൽ എല്ലാവരും വിറയ്ക്കും എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ. എന്റെ സ്നേഹത്തിൻ പൂങ്കാവില മധുവും പൂവാകുമോ, എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ. ആറ്റിലെത്തി ഒരമ്പിളി മീനിനെ ചുടേറിഞ്ഞൊരു മുക്കുവനാണേ, തട്ടിലെ മുത്തിനെ ഹാസ്യനാക്കണ മുത്തവനാണേ. ആറ്റിലെത്തി ഒരമ്പിളി മീനിനെ ചുടേറിഞ്ഞൊരു മുക്കുവനാണേ. सलाम सलाम बिन मोहम्मद सलाम सलाम या अल्लाह या अल्लाह या हला या हला या हला या हला दिदी जासिन खालिद अन मुबारक सलाम सलाम या अल्लाह या अल्लाह या हला या हला या हला या हला 14 രാവിന്റെ പിറ പോലെ വന്നല്ലോ പനിനീരിൻ കണവത്ത് കുടമുല്ല പുതല്ലോ മണിമുത്തും പൊന്നിന്റെ ഉടവാടുന്നുണ്ടല്ലോ മരുഭൂവിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ മുല്ലപ്പൂവിൻ ചേലൊത്ത വെള്ള പഞ്ഞി കുപ്പായം വെള്ളിച്ചെല്ല ചിന്നത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ മുല്ലപ്പൂവിൻ ചേലൊത്ത വെള്ള പഞ്ഞി കുപ്പായം വെള്ളിച്ചെല്ല ചിന്നത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ दिदी सलाम सलाम बिन मोहम्मद सलाम सलाम या अल्लाह या अल्लाह या हला या हला या हला या हला दिदी जासिन खालिद अन मुबारक सलाम सलाम या अल्लाह या अल्लाह या हला या हला या हला या हला കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ, എന്റെ രാധേ നീ വരൂ, താനെ പൂക്കും വനമലരായി. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയെ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ മാർഗഴിയെ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ.
ഈ പഴയ പാട്ടിനൊക്കെ ഡാൻസ് കളിക്കാൻ നിനക്ക് നാണാവില്ലേ? എടാ മോനെ, നിനക്ക് ഈ പാട്ടിന്റെ ഒക്കെ റേഞ്ച് എന്താണെന്നറിയോ? അയ്യോ സോറി ടച്ചാ, അതെ കഴിഞ്ഞ സെമ്മിലെ ലൈഫ് സ്റ്റോക്കിന്റെ ഇൻചാർജ് ഇവനായിരുന്നു. സെമ്മ് മാറിയത് അറിഞ്ഞിട്ടില്ല. ഭയങ്കര മൃഗസ്നേഹിയാ. ഇറക്ടർജാ, ജൂബിലായിട്ട് ഒരു ഇഡിയോട്ട് സാങ് ഇറക്കട്ടെ. ഡാ ആ പാട്ടാണ്ടിട്ടാ. അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. പൊട്ടെ പമ്പം തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. ടുന്നവർ കാലംബമാകും കാൽവരിയില കണ്ണീര് മായ്ക്കും. കണ്ണിൽ മിന്നണ കുഞ്ഞു പുഞ്ചിരി താരകങ്ങളോ പൂക്കളോ പാരാകെ ഉള്ളാകെ പമ്പം തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. പൊട്ടെ പമ്പം തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ മെഗാ ഡാൻസും കൂടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഡാൻസ് കളിച്ചവർ മാത്രമല്ല, കണ്ടിരുന്ന എല്ലാവരും ഒരുമിച്ച് അടിച്ചു പൊളിച്ച് തുള്ളിച്ചാടിയ ഡാൻസ് ആയിരുന്നല്ലോ അത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാംസൊക്കെ ഇവിടെ കഴിയണം. അപ്പോൾ നമ്മുടെ നന്ദി പറയാനായിട്ട് നമ്മുടെ ഡയറക്ടറച്ഛന് ഗ്രേഷ്യനസിനെ പ്രത്യേകമായിട്ട് ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹബഹുമാനപ്പെട്ട പ്രൊഫഷണലേജ, കൗൺസിലേഴ്സ്, സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, അതുപോലെ പരീക്ഷയുടെ അംഗങ്ങളെ, ടീച്ചേഴ്സുണ്ട്, എല്ലാവർക്കും ഒത്തിരി ഈ ജൂബിലിയുടെ എല്ലാവിധ ആശംസകൾ നിങ്ങൾ നേർന്നതിനൊക്കെയും നന്ദി പറയുകയാണ്. മൈ സോൾ മാഗ്നിഫൈസ് ദ ലോർഡ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ ജൂബിലി വർഷത്തിൻ്റെ ആരംഭത്തിലെ ഒരു ജൂബിലി വർഷത്തിൻ്റെ ആപ്തവാക്യമായിട്ട് ഇത് മനസ്സിലേക്ക് വന്നപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് തോന്നുകയാണ്. ഇന്ന് പ്രൊഫഷണലച്ചൻ അത് വ്യക്തമായിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ആപ്തവാക്യം നമ്മൾ എടുക്കാൻ കാരണമെന്നത്. സത്യത്തിൽ എല്ലാം കൊണ്ടും ഈ അനുയോജ്യമാണ് ഈ ആപ്തവാക്യം. കഴിഞ്ഞ 25 വർഷങ്ങളിൽ കർത്താവ് നമുക്ക് നൽകിയ
ഈ സെമിനാരിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയുകയാണ്. അത് ഒരു ദിവസം മാത്രം നന്ദി പറയുന്നില്ല, ഈ ഒരു വർഷം മുഴുവൻ നമ്മൾ ഓൾറെഡി പ്രൊഫസർ അച്ഛൻ പറഞ്ഞു, റാഫേൽ അച്ഛൻ പറഞ്ഞു, നമ്മൾ ഒരു 25 ഹോളി ഡീഡ്സ് അല്ലെങ്കിൽ 25 സുഹൃതങ്ങൾ ഈ വർഷം ഞങ്ങൾ പ്രദേശ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു മാസം 2 എണ്ണം വെച്ച് ഒക്കെ, ചിലത് കൂടുതൽ, ചിലത് അങ്ങനെ പല പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും അത് ചെയ്ത് പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഞാനിപ്പോൾ താങ്ക്സ് ഗിവിങ് ഇപ്പോൾ പറയുമ്പോൾ ഇന്നത്തെ സെലിബ്രേഷൻ ഡേ മാത്രം താങ്ക്സ് പറയുന്നതല്ല. ദൈവം 25 വർഷവും നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈ അവസരം നന്ദി പറയുകയാണ്. അതിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ആദ്യത്തെ റെക്ടറച്ചനായ മരി ലാലച്ചനും ആ കമ്മ്യൂണിറ്റിയും. അപ്പോൾ നമ്മൾ ഈ 10 പേരാണ്. ഇപ്പോൾ ഞാൻ 10ാമത്തെ റെക്ടറാണ് പറയാം, വണ്ടിയിലെ 10ാമത്തെ ആളായിട്ട് ഞാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുന്നത് പൗലോസ് ശ്ലീഹ പറഞ്ഞ 1 കൊറിന്ത്യൻസ് 3:6-7, ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. അപ്പോൾ നട്ടവരും അല്ലെങ്കിൽ നനയ്ക്കുന്നവരല്ല, ദൈവമാണ് വളർത്തിയത്. ഈ സെമിനാരി വളർത്തിയത് കർത്താവാണ്. അപ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ സെൻറ്റ് തോമസ് പ്രോവിൻസ് ജനിച്ചപ്പോൾ ഒരു മൈനർ സെമിനാരി അനിവാര്യമായിട്ട് വന്നു. അത് നമ്മളെല്ലാം അതിൻ്റെ ഹിസ്റ്ററി എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ പ്രൊവിൻഷ്യൽ അച്ഛൻ ക്രിസ്റ്റി വട്ടക്കുഴി അച്ഛൻ നമ്മുടെ റെക്ടറച്ചനെ ബരിലാലച്ചനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഗാർഡിയനും പ്രോവിൻസായതിനു ശേഷം ഇവിടെ അനിലച്ഛനായിരുന്നു. അതുപോലെ ഫസ്റ്റ് കമ്മ്യൂണിറ്റി നമുക്കറിയാം. ഇപ്പോൾ ഞാൻ ആഫ്രിക്കയിലെ മിഷനറിയായി വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഏതൊരു സംരംഭത്തിൻ്റെയും തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ പൈനിയേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക. ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ശക്തി നൽകാനും വളർത്താനൊക്കെ എളുപ്പമാണ്, പക്ഷേ തുടങ്ങാൻ ഏറ്റവും പ്രയാസമാണ്. എനിക്ക് തോന്നുന്നത് മരിലച്ഛൻ്റെ ഷെയറിങ്ങിൽ നമ്മളതെല്ലാം കേട്ട് കഴിഞ്ഞു. അധികമൊന്നും ഇല്ലാതിരുന്ന അടുത്ത് ഒരു ബദലേഖം പോലെ ഒന്നുമില്ലാതിരുന്ന ഒരു പുൽത്തൊട്ടി പോലെ ഉണ്ടായിരുന്നത് ദൈവം അത് വളർത്തി. അതിന് ഒരുപാട് പേര്, ഇപ്പോൾ അലോഷ്യസിൻ്റെ കാര്യം പറഞ്ഞു, സേവ് ക്രിസ്ത്യൻ പറഞ്ഞു, ഇവരെല്ലാം അതിന് കഠിനമായിട്ട് അധ്വാനിച്ചവർ. നമുക്ക് ഓരോരുത്തരുടെ പേര് നമുക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും നമുക്ക് എല്ലാ റെക്ടേഴ്സിൻ്റെയും നമുക്ക് നോക്കാം. ആദ്യം മരിലാച്ചന് ശേഷം ജോസ് പോന്നൂരച്ചൻ വന്നു, പിന്നെ റാഫി കണ്ണനായ്ക്കൽ, ആൻ്റണി ചെറിയത്തച്ഛൻ, അതുപോലെ വേർപെട്ടു പോയ ഫാദർ മാത്യു ചൂണ്ടിയാനിക്കൽ, സണ്ണി പഠിച്ച നമ്മുടെ കൂടെയുണ്ട് ഇന്ന്. അതുപോലെ ലിജോയ് ചിരികണ്ടത്ത്, അതുപോലെ വിൽജോ വില്ലിച്ചൻ ഇന്നിപ്പോൾ വൈസ് റെക്ടറായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ ഡേവിസ് വിധേയത്തിലച്ഛൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ ബാറ്റ് വാങ്ങിയത്. എൻ്റെ മുന്നിൽ വണ്ടി കയറിയതാണ് ഡേവിസ് അച്ഛൻ. അപ്പോൾ ഇവരെല്ലാം ഈ 10 പേരും അല്ലെങ്കിൽ 9 പേരും ഒത്തിരി ഈ സെമിനാരിക്ക് വേണ്ടി അധ്വാനിച്ചു. അവരെല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. നമുക്കൊരു നല്ലൊരു കൈയടി ഇവർക്കെല്ലാവർക്കും കൊടുക്കാം. അതുപോലെ തന്നെ ഗാർഡിയന്മാരായ ജസ്റ്റ് അനിലച്ചൻ പോളിമാടാശ്ശേരി, വർഗീസ് വടക്കൂട്ട്, ലോട്ടസ് മലകുമ, ലോട്ടസ് ഇന്ന് ഇവിടെയുണ്ട്, വിൽസൺ കൊടുങ്കാരൻ, വിനീത്, ഞാൻ പ്രസൻ്റ്ലി ഫാദർ ജെയിൻ. അപ്പോൾ ഇവരെല്ലാം ഗാർഡിയന്മാരായിട്ട് അതിൽ ഭൂരിഭാഗം പേരും വികാരിയച്ഛന്മാരും കൂടിയായിരുന്നു. ഇവർക്കും ഒരു നല്ലൊരു അപ്ലോസ്, ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് നമുക്ക് കൊടുക്കാം. അതുപോലെ ഇന്ന് പ്രസൻറ്റ് കമ്മ്യൂണിറ്റി ഓൾറെഡി പ്രൊവിൻഷ്യലച്ഛൻ നന്ദി പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റി, ഇപ്പോഴത്തെ ജെയിനച്ചിന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഗോസ് ടു ജോൺ പടിഞ്ഞാക്കര. നമുക്കറിയാം ഈ കർച്ചറിയുടെയും അതുപോലെ ഇതിൻ്റെ എല്ലാം അച്ഛൻ ഇവിടെ കഴിഞ്ഞ 2 മാസം ഇവിടെ ആയിരുന്ന സമയത്ത്, ബാംഗ്ലൂർ സമയത്ത് നമ്മുടെ കൂടെയായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ വളരെ സുദീർഘമായൊരു സഹകരണവും സേവനവും ഈ കമ്മ്യൂണിറ്റിക്ക് അതിന് കിട്ടിയിരുന്നു. ജോൺ അച്ഛനും ഒരു പ്രത്യേകമായ റൗണ്ട് അപ്ലോസ്. താങ്ക് യു. അതുപോലെ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ്. നമ്മുടെ അച്ഛൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സെൻറ്റ് ക്ലെയർ കമ്മ്യൂണിറ്റി ഇവിടെയുണ്ട്, നമ്മുടെ ഇടവകയുടെ സ്വന്തം സിസ്റ്റേഴ്സ്, അതുപോലെ അമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവർ കുർബാന കഴിഞ്ഞപ്പോഴേക്ക് എത്തി, അവർ സിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ധന്യ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ അൽബേർണിയ പ്രോവിൻസിൽ നിന്ന് ഡി പോൾ ചാരിറ്റി.
അപ്പോൾ അതുപോലെ ബ്രദേഴ്സ്, നമ്മുടെ MMP ബ്രദേഴ്സ്, ഫ്രാങ്കോ ബ്രദർ വരാൻ സാധിച്ചു പറഞ്ഞു. ഡാമിയൻ ബ്രദർ ഓൾറെഡി ഇവിടെയുണ്ട്. പിന്നെ CSRന്ന് സോണിയ ചോടിയെത്തി, ജനുവർ നേരത്തെ വന്നിരുന്നു. അതുപോലെ എൻ്റെ പെങ്ങളുടെ മകൻ സലീഷ് ഇവിടെയുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സെൻറ്റ് ജോസഫ് പ്രോവിൻസിൽ നിന്ന് നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഷാജി കരിപ്പിളാനിച്ചും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോവീസ് മാസ്റ്റർ അച്ഛൻ റിൻറ്റു അച്ഛൻ, ഒത്തിരി താങ്ക്സ് ഫോർ കമ്മിങ് ഹിയർ. അപ്പോൾ അതുപോലെ ഫസ്റ്റ് ബാച്ച്, ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, ഫസ്റ്റ് ബാച്ച് പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇടവയിൽ നിന്ന് നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട സാരഥികളെല്ലാം നോക്കി വിളിച്ചു. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ തങ്കച്ചൻ, അങ്ങനെ പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഉപകാരികൾ, ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ഒരു താങ്ക്സ് പറയാം നമ്മുടെ കുഞ്ഞനിയന്മാരെ ഈ ദിവസങ്ങളിലെ അവരെ ഈ പ്രോഗ്രാംസിനൊക്കെ വേണ്ടി വളരെ അധികം അധ്വാനിച്ചിരുന്നു. ഇപ്പോൾ ഡെക്കറേഷനും അതുപോലെ മറ്റു എല്ലാ കാര്യങ്ങളും. പിന്നെ അതുപോലെ ഒരു താങ്ക്സ് കൂടി പറയാം, അച്ഛൻ പിന്നീട് സമയമില്ലായിരിക്കാം. ഭക്ഷണത്തിൻ്റെ ഇവിടെ സിൻസനച്ചനാണ് അതിൻ്റെ കാര്യം. നമുക്കൊരു കൈയടി കൊടുക്കാം. കഴിക്കാൻ പോകുന്നത് സിൻസനച്ചനും അതുപോലെ ബിൽജോച്ചനും അരുണച്ചനും അതുപോലെ റാഫിലച്ചനെല്ലാം ഒറ്റ ടീമായിട്ട് ഞങ്ങളെല്ലാം വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എ ബിഗ് താങ്ക് യു. ഇത്ര മനോഹരമായ വാക്കുകളാൽ നന്ദി പറഞ്ഞ നമ്മുടെ ഗ്രേഷ്യസിനെ പ്രത്യേകമായി ഈ നിമിഷം നന്ദി പറയുന്നു. അപ്പം നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിച്ചു. നമ്മളെല്ലാവരും ഒരുമിച്ച് അടിച്ചു പൊളിച്ചു. അപ്പോൾ നമുക്കിനി നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് നമുക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ നമുക്കൊരു നന്ദിയുടെ ഒരു പാട്ട് പാടിയിട്ട് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. അതിനായി ജോസഫ് ബ്രദറിനെ ക്ഷണിക്കുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു